നമുക്ക് യൂസേഴ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. സോ പൈത്തൺ .py ക്രിയേറ്റ് അല്ലല്ലോ, സ്റ്റാർട്ട് ആപ്പ്. എന്ത് പേര് കൊടുക്കുക ആപ്പിന്? നമുക്ക് യൂസർ ഹാൻഡിൽ എന്ന് പറഞ്ഞ പേര് കൊടുക്കാം. സോ ഇവിടെ യൂസർ ഹാൻഡിൽ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ആപ്പ് നമ്മൾ സെറ്റിങ്സ് PY വന്നിട്ട് രജിസ്റ്റർ ചെയ്യണം. യൂസർ ഹാൻഡിൽ യെസ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മളിവിടെ വന്നിട്ട് ഓക്കെ യൂസർ ഹാൻഡിൽ ഞാൻ വെറുതെ ഒരു നമുക്ക് മറ്റേ urls.py വേണം. അതിൽ നമുക്ക് ഫ്രം django.urls import path app_name equal to user level user handle. പിന്നെ കണ്ണ് കൂട്ടി എഴുതാനുള്ള കാര്യങ്ങളല്ലേ, URL patterns equal to path. ഓക്കെ ഫൈൻ, അവിടെ എത്തട്ടെ. യൂസിൽ വരുന്നു. യൂസിൽ വന്നിട്ട് നമ്മൾ വെറുതെ ഒരു ഫ്രം അല്ല ഡിഫൈൻ list_user എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് റിട്ടേൺ റെൻഡർ. ഓക്കെ, ഫംഗ്ഷനുള്ളിൽ നമ്മൾ റിക്വസ്റ്റ് പാസ് ചെയ്യണം. റെൻഡർ റിക്വസ്റ്റ് യൂസർ ഹാൻഡിൽ /list_user.html എന്ന് പറഞ്ഞു കൊടുത്തു. ഈ സാധനം ഞാൻ ജസ്റ്റ് കോഴ്സിനകത്താക്കി വെച്ചു. മതി, അത്രയും കാര്യങ്ങൾ. നമുക്ക് യൂസർ ഹാൻഡിൽ എന്നുള്ള ഒരു പുതിയ ഫോൾഡർ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. സോറി, ടെംപ്ലേറ്റ്സ് എന്നുള്ള ഫോൾഡർ. ടെംപ്ലേറ്റ്സിൻ്റെ അകത്ത് യൂസർ ഹാൻഡിൽ എന്നുള്ള ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അതിലുള്ള list_user.html എന്ന് പറയുന്ന ഒരു ഫയലും ക്രിയേറ്റ് ചെയ്തു. ഡൺ. ആ പരിപാടി. അപ്പോൾ ഞാൻ ഒരു ഹൈ ഇട്ട് വെച്ചു. ജസ്റ്റ് അത് വരുന്നുണ്ടോ നോക്കാനാണ്, ടെസ്റ്റ് ചെയ്ത് നോക്കാൻ. URLസിൽ വന്നു. പാത്ത് ഇതിനകത്ത് നമ്മൾ എന്ത് ഇമ്പോർട്ട് ചെയ്യണം? ഫ്രം യൂസർ ഹാൻഡിൽ ഇമ്പോർട്ട് വ്യൂസ് വന്നിട്ട് use.list_user name equal to list_user എന്ന് പറഞ്ഞു കൊടുത്തു. ഒരു കോമേറ്റ് അടച്ചു. നമുക്ക് വ്യൂസിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓക്കെയാണ്. സോ റൺ ചെയ്ത് നോക്കാം. പൈത്തൺ manage.py run server. ഓക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ URL നമ്മളെ മെയിൻ URL ആയിട്ട് കണക്ട് ആക്കിയിട്ടില്ല. സോ അതുകൊണ്ട് ഞാനിവിടെ URL നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിനകത്തുള്ള URL ആയിട്ടൊന്ന് കണക്ട് ചെയ്യണം. സോ ഈ സാധനം ഇങ്ങനെ ഞാൻ കോപ്പി ചെയ്തിട്ട് താഴെ ഞാൻ ഒന്ന് പേസ്റ്റ് ചെയ്യാണ്. ഇനി ഇവിടെ യൂസർ ഹാൻഡിൽ ആ ടൈമിൽ ഇവിടെ കോഡ് പൊട്ടിപ്പോയിട്ടുണ്ട്. നമുക്കൊന്ന് സെർവർ അന്വേഷിക്കാം. ഇവിടെ നമ്മൾ അഡ്മിനും നെല്ല് വരുന്നു. യെസ്. ഇനി നമുക്ക് യൂസർ ഹാൻഡിൽ ഓക്കെ ഇവിടെ ഇൻക്ലൂഡ് ഒന്നും വിളിച്ചിട്ടില്ലെങ്കിൽ ഗുണം എന്നാ പറഞ്ഞത്. നമുക്ക് യൂസർ ഹാൻഡിൽ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു കൊടുത്തു. സോ യൂസർ ഹാൻഡിൽ ഞാൻ കോപ്പി ചെയ്തിട്ട് /user handle ഇട്ട് കൊടുത്തു. അവിടെ ഹായ് വന്ന് കിടക്കുന്നുണ്ട്. ഫൈൻ, ദാറ്റ്സ് വർക്കിംഗ്. നമ്മൾ ആ പേജ് വർക്ക് ആവുന്നുണ്ട്. ഓക്കെ ഇവിടെ നമുക്ക് ഒന്നും വേണം. അപ്പോൾ അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഓക്കെയാണ്.
നമുക്കിനി വേണ്ടത് ഇതിൻ്റെ മോഡൽസ് ആണ് നമുക്ക് പരിചയപ്പെടുന്നത്. സെറ്റിങ്സ് ഞാൻ ക്ലോസ് ചെയ്യുക, URLs ക്ലോസ് ചെയ്യുക, ജസ്റ്റ് മോഡൽസിലേക്ക് വരാം. ഒരു യൂസർ ഹാൻഡിലിൻ്റെ മോഡൽസിലുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡാറ്റാബേസ് നമ്മൾ കയറി നോക്കുകയാണെങ്കിൽ ഇതിൽ ID, പാസ്വേഡ്, ലാസ്റ്റ് ലോഗിൻ ഇസ് സൂപ്പർ യൂസർ, യൂസർ നെയിം, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, സ്റ്റാഫ് ഇസ് ആക്റ്റീവ്, ഡേറ്റ് ജോയിൻഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഒരു ഫോൺ നമ്പർ ഫീൽഡ് ഇല്ല, അല്ലെങ്കിൽ നമ്മളെ വെൻഡേഴ്സിന് ആവശ്യമായിട്ടുള്ള പല സാധനങ്ങളും അതിനകത്തില്ല. ഇപ്പം സർവീസ് സെൻ്ററിൻ്റെ അഡ്രസ്സ് ഇല്ല, സർവീസ് സെൻ്ററിൻ്റെ ലൊക്കേഷൻ ഇല്ല, പിന്നെ എന്താ പറയണേ സർവീസ് ടൈപ്പ് ഇല്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിൽ കൊടുത്തിട്ടില്ല. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ അതിൽ കൊടുക്കാൻ വേണ്ടി പറ്റണം. സോ അതിനു വേണ്ടി നമുക്ക് ആദ്യം വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വെറുതെ ഒന്നുകൂടെ കമൻറ്റ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് സർവീസ് സെൻറ്റർ അഡ്രസ് ആണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് സർവീസ് സെൻറ്റർ ലൊക്കേഷൻ ആണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് സർവീസ് അല്ലെങ്കിൽ ഫോൺ നമ്പർ 1, അതുപോലെ ഫോൺ നമ്പർ 2, ഇത് രണ്ടും വേണം. പിന്നെ നമുക്ക് സർവീസ് ടൈപ്പ് വേണം, സർവീസ് ടൈപ്പ്. അപ്പോൾ ഈ ഫോൺ നമ്പർ 1 ആൻഡ് ഫോൺ നമ്പർ 2 എന്നുള്ളത് നമുക്ക് സെപ്പറേറ്റ് തന്നെ വേറെ തന്നെ കൊടുക്കാം മുകളിൽ. കാരണം അത് രണ്ടും സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. സർവീസ് സെൻറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും മാത്രമാണ്. സോ അതിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ മോഡൽസിനകത്ത് കൊടുക്കാനുള്ളത്. നമുക്ക് ഈ യൂസറിൻ്റെ ഈ ഒരു ടേബിളിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. പക്ഷേ ഈ ടേബിളിൻ്റെ ആക്സസ് കിടക്കുന്നത് ജാങ്കോൻ്റെ കയ്യിലാണ്. സോ ആ ആക്സസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കയ്യിലേക്ക് കൊണ്ടുവരണം. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഈ ടേബിൾ ഒന്ന് മുകളിൽ ഇമ്പോർട്ട് ചെയ്യാണ്. ഈ ടേബിൾ കിടക്കുന്നത് ജാങ്കോ ഡോട്ട് കോൺട്രിബ് ഡോട്ട് ഓത്ത് ഡോട്ട് മോഡൽസിലാണ്. അവിടുന്ന് ഇമ്പോർട്ട്, അത് നിങ്ങൾക്ക് നെറ്റിൽ കിട്ടും, അടിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ കിടക്കുന്നത്. അബ്സ്ട്രാക്ട് യൂസർ എന്നാണ് നമ്മളുടെ യൂസറിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക ടേബിളിൻ്റെ പേര്, അബ്സ്ട്രാക്ട് യൂസർ എന്നാണ്. സോ ഇത് നിങ്ങൾ കൺട്രോളിലേക്ക് പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം അബ്സ്ട്രാക്ട് യൂസർ എന്നുള്ള മോഡൽ അവരെങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കാണാം. യൂസർ വാലിഡേഷൻ എന്നുള്ളൊരു ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ട്. ഈ ഫംഗ്ഷനെ ഇവർ ഇതിനകത്ത് വാലിഡേറ്റേഴ്സിൽ കോൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കാണാം. അവർ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് എല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല തൽക്കാലം. സോ ഇത് മാത്രമല്ല, ഇപ്പോൾ ഈ മോഡൽസ് ഉള്ള സംഭവം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോഡൽസ് എന്നുള്ളതിൻ്റെ ആ ഒരു ടേബിൾ അല്ലെങ്കിൽ ആ ഒരു സാധനം എങ്ങനെയാണ് അവർ കോഡ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ സർവീസ് ടൈപ്പ് എന്നുള്ളത് യൂസറിൻ്റെ എൻ്റെ ഒന്ന് ആഡ് ചെയ്യേണ്ടതാണ്. ബാക്കിയെല്ലാം നമുക്ക് എന്താ പറയണേ അല്ലാണ്ട് തന്നെ വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊരു ലിസ്റ്റായിട്ട് വരേണ്ട ഐറ്റമാണ്. സോ അതുകൊണ്ട് ഞാൻ ഈ സർവീസ് ടൈപ്പ് എന്നുള്ളതിനെ ഒരു ക്ലാസ് ആക്കി കൺസിഡർ ചെയ്യാം. സർവീസ് ടൈപ്പ് എന്നുള്ളത് മോഡൽസ് ഡോട്ട് മോഡൽ എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇനി ഞാനിവിടെ നെയിം കൊടുക്കുകയാണ്. ഓക്കെ, നെയിം ഈക്വൽ ടു നമുക്ക് പറയാം മോഡൽസ് ഡോട്ട് ക്യാർ ഫീൽഡ്, പിന്നെ മാക്സ് ലെങ്ത് ഈക്വൽ ടു ഒരു 50 കൊടുക്കാം. 50 കൊടുത്തു, മാക്സ് ലെങ്ത് മതി, അത്രയും മതി. ഇനി നമുക്ക് അതുപോലെ എന്താ പറയണേ കസ്റ്റമർ ഓക്കെ, കസ്റ്റമർ അല്ല, നമുക്ക് അടുത്ത ക്ലാസ് ആഡ് ചെയ്യാം. അടുത്ത ക്ലാസ്സിനകത്ത് നമ്മൾ നമ്മുടെ യൂസറിൻ്റെ ടേബിളിനെ ഒന്ന് റീഡിഫൈൻ ചെയ്യാൻ വേണ്ടി പോവാം. ഇത് നമ്മൾ അബ്സ്ട്രാക്ഷൻ എന്നാണ് പറയുന്നത് ഈ ഒരു ടെക്നോളജീനെ. നമ്മൾ സോറി, അബ്സ്ട്രാക്ഷൻ അല്ല, ഇൻഹെറിറ്റൻസ്. ഓക്കെ, അതിൻ്റെ പേര് ഞാൻ കറക്റ്റ് മറന്നു. ഓക്കെ, നമ്മൾ ക്ലാസ് കസ്റ്റം യൂസർ എന്ന് പറഞ്ഞ ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ഈ ക്ലാസ്സിൻ്റെ പാരന്റിനെ നമ്മൾ ആരായിട്ട് പറയാം, അബ്സ്ട്രാക്ട് യൂസർ എന്ന് പറയാം. സോ ഈ ക്ലാസ്സിനെ ഇനി നമ്മൾ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അബ്സ്ട്രാക്ട് യൂസർ എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ്, ഒരു കോപ്പി നമ്മൾ എടുത്ത് ഇങ്ങോട്ടേക്ക് വെച്ചു. ഇനി അതിനകത്തേക്ക് നമ്മൾ അപ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഫോൺ നമ്പർ ആണ്. സോ ഫോൺ നമ്പർ 1 ഈക്വൽ ടു മോഡൽസ് ഡോട്ട് നമ്പേഴ്സ് ആണ്. സോ നമുക്ക് ഇൻറ്റിജർ ഫീൽഡ് കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഇത് എറർ അടിച്ചല്ലോ.
ഓക്കെ, പെർമിഷൻ ഇഷ്യൂ ആണ് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ ഫൈൻ. അപ്പോൾ അത് കൊടുത്തു. പിന്നെ നമ്മൾ സർവീസ് സെൻറ്റർ ലൊക്കേഷൻ ഈക്വൽ ടു മോഡൽസ് ഡോട്ട് ടെക്സ്റ്റ് ഫീൽഡ് കൊടുക്കുകയാണ്. കാരണം അഡ്രസ് അല്ലേ, അഡ്രസ് അല്ല ലൊക്കേഷൻ അല്ലേ, ക്യാർ ഫീൽഡ് തന്നെ കൊടുക്കണം. ക്യാർ ഫീൽഡ് മാക്സ് ലെങ്ത് അല്ല, ഓക്കെ, ഇത് URL ആയിരിക്കും മിക്കവാറും കൊടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ഫീൽഡ് തന്നെ കൊടുക്കാം. ടെക്സ്റ്റ് ഫീൽഡ് തന്നെ കൊടുക്കാം. അതുപോലെ അടുത്തത് എന്താണ്, സർവീസ് സെന്റർ അഡ്രസ് ആണ്. അഡ്രസ് അതൊന്നും നമുക്ക് മോഡൽസ് ഡോട്ട് ക്യാർ ഫീൽഡ് തന്നെ കൊടുക്കാം. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടത് എന്താ, സർവീസ് ടൈപ്പ് ആണ്. സർവീസ് ടൈപ്പ് നമുക്ക് ഓക്കെ, ഫോൺ നമ്പർ 2 നമ്മൾ കൊടുത്തിട്ടില്ല. ഫോൺ നമ്പർ 2 സെയിം ആണ്. സർവീസ് ടൈപ്പ് ഈക്വൽ ടു മോഡൽസ് ഡോട്ട് ഫോറിൻ കീ ആണ്. ഫോറിൻ കീ ഓക്കെ. ആരാണ് ഫോറിൻ കീ ആയിട്ട് വരുന്നത്, സർവീസ് ടൈപ്പ് ആണ്. സർവീസ് ടൈപ്പ് ആണ്. ഓൺ ഡിലീറ്റ് മോഡൽസ് ഡോട്ട് കാസ്കേഡ് അത് കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് ഓക്കെ, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേബിളിൻ്റെ നെയിം മാറാൻ പാടില്ല. സോ അതുകൊണ്ട് ഞാൻ ക്ലാസ് മെറ്റ, കാരണം ഇവിടെ നമ്മുടെ ടേബിൾ നെയിം എന്താണ്, ഓത്ത് യൂസർ എന്നാണ്. സോ ക്ലാസ് മെറ്റ db അണ്ടർസ്കോർ ടേബിൾ ഈക്വൽ ടു ഇവിടുത്തെ നമ്മുടെ ടേബിളിൻ്റെ പേര് ഓത്ത് യൂസർ. ഇത്രയും കൊടുത്തു. അപ്പോൾ ഇവിടെ ഇപ്പോഴും ഒരു പെർമിഷൻ എറർ കാണിക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ ക്ലിയർ ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെറ്റിംഗ്സ് ഡോട്ട് പി വൈ ഇല്ലേ, സെറ്റിംഗ്സ് ഡോട്ട് പി വൈനകത്ത് നമ്മൾ കയറണം. സോ ഒരു സെക്കൻഡ്, സെറ്റിംഗ്സ് ഡോട്ട് പി വൈനകത്ത് കയറണം. ഇതിനകത്ത് നമ്മൾ OS ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഒരു എക്സ്ട്രാ സാധനം ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. ഓത്ത് യൂസർ മോഡൽ ഒരു വേരിയബിൾ ആണ്, ഈക്വൽ ടു എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പറയാണ് അതെവിടെയുള്ളത്, യൂസർ ഹാൻഡിൽ എന്ന് പറയുന്ന ഓക്കെ ക്യാപ്സ് വേണ്ട, യൂസർ ഹാൻഡിലിൻ്റെ അകത്തുള്ള കസ്റ്റം യൂസർ എന്നല്ലായിരുന്നു നമ്മൾ പേര് കൊടുത്തത്, കസ്റ്റം യൂസർ. കസ്റ്റം ഇ ഉണ്ട്, ഓക്കെ, കസ്റ്റമിന് ഇ ഇല്ല, കസ്റ്റം യൂസർ. ഓക്കെ, കസ്റ്റം യൂസർ അത് കൊടുത്തു. യൂസർ ഹാൻഡിലിനകത്തുള്ള കസ്റ്റം യൂസറിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറയുന്നത് യൂസർ ഹാൻഡിൽ ഡോട്ട് കസ്റ്റം യൂസർ ഈസ് ഇൻവാലിഡ്, ഫസ്റ്റ് കീ ടു ഫോറിൻ കീ മസ്റ്റ് ബി എ മോഡൽ നെയിം ഓർ എ സ്ട്രിങ്. ഓ യാ, നമ്മൾ ഇത് ഓക്കെ ഫൈൻ, ഇങ്ങനെ നമ്മളൊരു അരയാക്കി കൊടുക്കേണ്ട ആവശ്യം. ഓക്കെ, ഇപ്പോഴും എന്ത് എറർ വരുന്നുണ്ട്. ഓക്കെ, സോ ഓക്കെ, ഇവിടെ എറർ കാണിക്കുന്ന എവിടെയാണ്, കംപ്ലൈൻറ്റ് ഡോട്ട് ഔട്ട്സോഴ്സ്ഡ് ടു എന്ന് പറയുന്നിടത്താണ് എറർ കാണിക്കുന്നത്. സോ നമ്മൾ കംപ്ലൈൻറ്റ്സിനകത്ത് ജസ്റ്റ് ഒന്ന് കയറാം. ഇവിടെ നമ്മളെ മോഡൽസ് എടുക്കാം. ഇവിടെയൊക്കെ നമ്മൾ യൂസർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മോഡൽസ് ഡോട്ട് ഓക്കെ, ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് യൂസറിനെ. ഇവിടെ നമ്മൾ എവിടുന്ന് ഇമ്പോർട്ട് ചെയ്ത്, ജാങ്കോ ഡോട്ട് കോൺട്രിബ് ഡോട്ട് ഓത്ത് ഡോട്ട് മോഡൽസിൻ്റെ അകത്താണ് നമ്മൾ യൂസറിനെ ഇമ്പോർട്ട് ചെയ്തത്. പക്ഷേ അതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ അവിടെയല്ല കിടക്കുന്നത്, സാധനം കിടക്കുന്നത് കസ്റ്റം യൂസർ ഇവിടെ കിടക്കുന്നത് പറഞ്ഞു. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ യൂസറിനെ ഇവിടെ മായ്ച്ചു കളയാം, ഗ്രൂപ്പ് മാത്രം ഇവിടെ വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫ്രം ജാങ്കോ അല്ല, ഫ്രം യൂസർ ഹാൻഡിൽ ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട് കസ്റ്റം യൂസർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കോപ്പി ചെയ്ത് എവിടെയൊക്കെ നിങ്ങൾ ഈ ലൈൻസ് കാണുന്നുണ്ടോ അവിടെയൊക്കെ മാറ്റാം. അപ്പോൾ അത് റെഡിയാവും. അതൊരു ടെക്നിക്കാണ്. വേറൊരു ഉണ്ട്, നമ്മളൊരു ഫംഗ്ഷൻ വിളിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതാണ് കുറച്ചും കൂടെ എന്താ യൂസ്ഫുൾ ആയി വരിക. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതായത് ഇപ്പം നമ്മൾ കംപ്ലൈൻസിനകത്ത് വന്നു, ഇത് തന്നെ പുള്ളി.
ഇവനെ അങ്ങ് ഇമ്പോർട്ട് ചെയ്താൽ മതി. ഇവനെ നമുക്ക് ടോപ്പിൽ എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മളിവിടെ ഈ ഫംഗ്ഷൻ എഴുതി വെക്കുക, യൂസർ ഈക്വൽ ടു ഗെറ്റ് യൂസർ മോഡ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സോൾവ് ആവും. ഇനി എന്താ ഡിപ്പെൻഡൻസി മൈഗ്രേഷൻ ഹാൻഡിൽ, യൂസർ ഹാൻഡിൽ. ഓക്കെ, നമുക്ക് ഇവിടെ മാത്രമല്ലല്ലോ, നമുക്ക് വ്യൂസിനകത്തും, ഓക്കെ ഇതിൻ്റെ വ്യൂസ് അല്ല, നമുക്ക് കംപ്ലൈൻറ്റിൻ്റെ വ്യൂസിനകത്തും ആ ലൈൻ ആഡ് ചെയ്യണം. സോ ഈ ലൈൻ ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യാണ്, കംപ്ലൈൻറ്റിൻ്റെ വ്യൂസിൽ പോവാണ്, ഇവിടെ ആഡ് ചെയ്യാണ്. ഇതിൽ യൂസർ എന്നുള്ള സംഗതി ഞാൻ കളയാണ്. ഓക്കെ, ഇപ്പോൾ വേറെ എന്തോ സെയിം അത് തന്നെ കാണിക്കണേ, നോക്കാം. ഓക്കെ, നോ മൈഗ്രേഷൻസ് ഇൻ യൂസർ ഹാൻഡിൽ, കുഴപ്പമില്ല. മേ ബി നമ്മളത് മൈഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എറർ പോവായിരിക്കും. സോ നമ്മളിപ്പോൾ മൈഗ്രേഷൻസ് ചെയ്തിട്ടില്ലല്ലോ. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ വരുന്നു, എന്നിട്ട് ഞാൻ പൈത്തൺ manage.py മേക്ക് മൈഗ്രേഷൻസ്, എവിടെ മേക്ക് മൈഗ്രേഷൻസ്, മൈഗ്രേറ്റ് മൈഗ്രേഷൻ അഡ്മിൻ ഇസ് അപ്ലൈഡ് ബിഫോർ ഡിപ്പെൻഡൻസി. ഓക്കെ ഫൈൻ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈ എറർ അടിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി യൂസറിന്റെ ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട് അല്ലേ, അതുകൊണ്ട് അവർക്ക് പിന്നെയും ഒരു സാധനം ചെയ്യാൻ പറ്റില്ല, പുതിയൊരു എന്താ മൈഗ്രേഷൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ നമ്മൾ ഇവിടെ ജസ്റ്റ് ജാങ്കോ കംപ്ലയിൻസിൽ വരിക. ആക്ച്വലി നമ്മൾ പ്രൊജക്റ്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യേണ്ട കാര്യമായിരുന്നു. എല്ലാം ചെക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക, യെസ് കൊടുക്കുക, എന്നിട്ട് ഒന്നും കൂടെ മൈഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, മൈഗ്രേഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇനി നമ്മൾ എന്താ പറയുന്നത്, നമ്മളുടെ ജാങ്കോ കംപ്ലയിൻസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാം, നമ്മളുടെ ഈ ഓത്ത് യൂസർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മളുടെ പുതിയ ഫീൽഡ്സ് കാണാം. ഫോൺ നമ്പർ 1, ഫോൺ നമ്പർ 2, സർവീസ് സെൻറ്റർ ലൊക്കേഷൻ, സർവീസ് സെൻറ്റർ അഡ്രസ്സ്, സർവീസ് ടൈപ്പ് ID. ഓക്കെ ശരി, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. നമുക്ക് ഇതിൻ്റെ വ്യൂസും കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ